വിഷ്ണുവിൻ്റെ പ്രീതി ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം നമ്മുടെ വീടിനെക്കാട്ടി അകലെയുള്ള ജലാശയമുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴണം പ്രത്യേകമായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണമാണ്. കുറച്ച് കഷ്ടപ്പെട്ടു പോകണം. അതും ജലാശയത്തിനോട് ചേർന്നിട്ടുള്ള വിഷ്ണു ക്ഷേത്രം, പുഴയുടെ അരികിലോ കായലിൻ്റെ അരികിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് ഈ ദോഷങ്ങൾ മാറി കിട്ടും. പിന്നെ സഹസ്രനാമം ജപിക്കാം, അങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമം ജപിക്കാം ഇല്ലേ. സഹസ്രനാമം ജപിച്ചാൽ ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഉള്ളിലെ ഭയം മാറി കിട്ടും, കോൺഫിഡൻസ് ഉണ്ടാവും. ഫിയർ മാറിയ കോൺഫിഡൻസ് ആയല്ലോ അല്ലേ. സഹസ്രനാമം പറയണത് അതാണ്. മമ ഭയഹര എന്നല്ലേ പറഞ്ഞു ലാസ്റ്റ്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം, വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം, ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാന ഗമ്യം. ഇത്രയും വിഷ്ണുവിനെ സ്തുതിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അല്ലയോ വിഷ്ണു ഭഗവാനെ, എൻ്റെ ഉള്ളിലെ ഭയത്തെ മാറ്റിത്തരണമേ, സർവലോകൈകനാഥ എന്നാ പറയുന്നത്. അപ്പോൾ ശരിക്ക് അർത്ഥം അറിഞ്ഞ് സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ വ്യാഴപ്രീതി ഉണ്ടാവും.